ചില ആളുകൾ നമ്മളിന്ന് ഗ്യാസ് ലാഭവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളാണ് മനസ്സിലാക്കുന്നത്. വീട്ടമ്മമാർക്ക് വളരെ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഒരുപാട് ആളുകൾ കുക്കറിൽ പോലും വെക്കുമ്പോൾ വലിയ തീയിലൊക്കെ വെക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അങ്ങനെ നമ്മൾ ഗ്യാസിൻ്റെ കടയിൽ നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ ഗ്യാസൊക്കെ കൊടുക്കുന്ന സ്ഥലത്ത് കടയിൽ ഗ്യാസിൻ്റെ ഉപയോഗം ലാഭം എങ്ങനെ ലാഭിക്കാമെന്നതിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾ ചെറുപയറൊക്കെ വെക്കുകയാണെങ്കിൽ, പയറുവർഗ്ഗങ്ങളൊക്കെ വെക്കുകയാണെങ്കിൽ അത് വെള്ളത്തിൽ കുതിർത്തി വെക്കുക. അതായത് കുതിർത്തി വെക്കുക എന്നൊക്കെ ചില ഭാഷയിൽ പറയും. വെള്ളത്തിൽ കുതിർത്തി വെക്കണം, എന്നിട്ട് വേണം ഉണ്ടാക്കാൻ. അതുപോലെ എന്തെങ്കിലും സാധനം ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ അത് അടച്ചു വെക്കണം, തുറന്നു വെക്കരുത്. അതായത് ഇങ്ങനെ അടച്ചു വെച്ചിട്ട് വേണം സാധനങ്ങൾ ഉണ്ടാക്കാൻ, തുറന്നു വെക്കരുത് എന്നൊക്കെ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ ചെറിയ തീയിൽ വെക്കുക. ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഏതൊരു സാധനം ഇപ്പോൾ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ചെറിയ തീയിൽ വെച്ചാൽ മതി, വലിയ തീയിൽ വെക്കരുത് സാധനം. അതുപോലെ കുക്കറിലൊക്കെ വെക്കുന്ന ആളിപ്പോൾ ചില ആൾ ചോദിക്കാനോട് വിളിച്ചിട്ട് ഇറച്ചി വെക്കുന്ന എത്ര വിസിലടിക്കണം, മട്ടൻ വെക്കുന്ന എത്ര വിസിലടിക്കണം, അത് എത്ര ഇപ്പോൾ 4-5 വിസിലാണ് ഒരു കടലൊക്കെ അടിക്കുന്നതെങ്കിൽ നമ്മൾ ചെറിയ തീയിൽ വെക്കണം. അതായത് ഇത്ര ചെറിയ തീ ഒരിക്കൽ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ചെറുതാക്കി വെക്കുക തീ, അത് പിന്നെ അവിടെ നിന്ന് ആയിക്കോളും. അതേപോലെ അങ്ങനെ ഒരു 4 വിസിലടിച്ചാൽ മതി കടലക്കൊക്കെ. വലിയ തീ വെച്ചിരുന്നെങ്കിൽ 5-6 വിസിലടിച്ചാലും ആ കടൽ വേയില്ല. അത് ചെറുപയറാണെങ്കിൽ പോലും വേയില്ല. ചിലപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ തീ കൂട്ടിയിട്ട് അങ്ങനെ വിസിലടിപ്പിക്കുക. എൻ്റെ വിസിലടിച്ചാലോ എന്ന് പറഞ്ഞാൽ ഓഫാക്കി വെക്കുക. സാധനമായില്ല. നെയ്ച്ചോറിനൊക്കെ നമുക്കൊരു ഗീരീസൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒറ്റ വിസിലടിച്ചാൽ മതി. ഇപ്പോൾ കോഴി വെക്കുകയാണെങ്കിൽ ഒറ്റ വിസിൽ കോഴിക്കറി ആവുകയില്ല. കുക്കറിൽ ഒരുപാട് ലാഭങ്ങളുണ്ട്. പക്ഷേ ആളുകൾക്ക് അതിൻ്റെ ഉപയോഗം അറിയാതെ കൊണ്ട് നഷ്ടമാണ് സംഭവിക്കുന്നത് പലപ്പോഴും. അതുപോലെ ചില ആളുകൾ വെച്ചിട്ട് അടുപ്പിൽ വെച്ചിട്ട് മറന്നു പോകുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട്. അതായത് അടുപ്പ് കാണുന്നിടത്ത് നിങ്ങൾ ചെന്ന് പോയിട്ടിരിക്കുക. മൊബൈലൊക്കെ നോക്കുമ്പോൾ സോഫയിലൊക്കെ ഇരിക്കുന്ന സമയത്ത് അടുപ്പ് കാണുന്നിടത്ത് പോയിട്ട് ഇരിക്കുക. എന്നാൽ നിങ്ങൾക്ക് ഓർമ്മ വരും. അടുക്ക് ഇങ്ങനെ ഒന്ന് അടക്കണ്ടിട്ട് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരും. അങ്ങനെയൊക്കെ വെള്ളമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ തിളപ്പിച്ച് കലാതിരിക്കുക. ചോറൊക്കെ വെക്കുന്ന സമയത്ത് പോകും. നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ചില അരികൾ ഭയങ്കരമായ വേഗുണ്ടാവും. അപ്പോൾ എന്താക്കിയാൽ മതി, ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മൂടി വെക്കുക, ചെറിയ തീരങ്ങ് വെക്കുക. പലപ്പോഴും ഹോട്ടലുകളിൽ എന്നോട് ചോദിക്കാറുണ്ട് ആളുകൾ, നീ ഇത്ര ചെറിയ തീരങ്ങനെ. ഞാൻ ഇപ്പോൾ പൊതുവേ ഞാൻ സ്പീഡിലാണ് വർത്തമാനത്തിലായാലും പ്രവൃത്തിയിലായാലും. പക്ഷേ കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെ ശ്രദ്ധിക്കാറുണ്ട് ഗ്യാസിൻ്റെ കാര്യം. അത് നമ്മൾ എന്ത് സാധനം ഉണ്ടാക്കുമ്പോൾ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ചെറിയ തീയിലവിടെ വെച്ചാൽ മതി. ചോറാണെങ്കിൽ ചോറ് പോലും ചെറിയ തീയില വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിക്കോളും അവിടെ നിന്ന്. അത് നിങ്ങൾക്ക് ഇപ്പുറം വെച്ച് എന്ത് പണിയും എടുക്കുക. നിങ്ങൾക്ക് പാല് പോലെ അടുപ്പത്ത് വെച്ച് ഇപ്പോൾ എപ്പോഴും തിളച്ച് പറയുന്ന ആളുകളുണ്ട് പാലൊക്കെ അടുപ്പത്ത്. എന്താ അത് ശ്രദ്ധ കുറവിൻ്റെ മാത്രം പ്രശ്നമല്ല, തീയിൻ്റെ കൂടി പ്രശ്നം അവിടെ ഉണ്ട്. തീ ഇങ്ങനെ കൂട്ടി വെക്കരുത്, ചെറിയ തീയിൽ വെക്കുക. അതിൻ്റെ അവിടെ എന്തെങ്കിലും അപ്പുറം ഇപ്പുറം വേറെ ജോലി ചെയ്യുക, അതിൻ്റെ ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ശ്രദ്ധ ഇങ്ങനെ സ്ഥിരമായി ചെയ്യുമ്പോൾ നമുക്ക് ശ്രദ്ധ കിട്ടും. അപ്പോൾ സ്ത്രീകളൊക്കെ പല പരിപാടിയും, കുട്ടികളെ നോക്കുക, കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കുക, കുട്ടികളുടെ യൂണിഫോം ധരിക്കുക, പല പരിപാടികൾ ഒരേ സമയത്ത് ചെയ്യുന്ന ആളുകളാണ് സ്ത്രീകൾ. ആ സമയത്ത് നിങ്ങൾക്കൊന്ന് ശ്രദ്ധിച്ചാൽ എന്തായാലും പറ്റുമെന്നാണ് എനിക്ക് വിചാരിക്കുന്നത്. ഗ്യാസിൻ്റെ കാര്യത്തിൽ ഒരുപാട് ഇപ്പോൾ 2 മാസം 2.5 മാസം എത്തുന്നത് നിങ്ങൾ നല്ലോണം കുറച്ചും കൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു 3.5 മാസമൊക്കെ എത്തും. ഒരു മാസം തന്നെ അധികം കിട്ടും. കാരണം ഒരുപാട് ഗ്യാസ് ഇങ്ങനെ വെറുതെ കത്തിപ്പോവും. തീരിങ്ങനെ സാധനമായിട്ടും തിളച്ചിട്ടും ഇങ്ങനെ വെറുതെ തീ കൂട്ടിയിട്ട് ഇങ്ങനെ കത്തിക്കും. അങ്ങനെ ചെയ്യാതിരിക്കുക. അപ്പോൾ ചെറിയ തീയിൽ വെക്കുക, സാധനങ്ങളൊക്കെ കുതിർത്തി വെക്കുക. ഈ കടല, പയർ, പരിപ്പ് പോലുള്ള സാധനങ്ങൾ കുതിർത്തി വെച്ചിട്ടുണ്ടാക്കുക. അതുപോലെ കുക്കറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, ഒക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഗ്യാസ് ലാഭിക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ ഇങ്ങനത്തെ ഗ്യാസ് ആണെങ്കിൽ നല്ലോണം തിരിച്ച് വെക്കാതിരിക്കുക, ഫുള്ളായിട്ട് തിരിച്ച് വെക്കാതിരിക്കുക, കുറച്ച് തിരിച്ചാൽ മതി. മറ്റേ ഗ്യാസ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മളെ സാധാരണ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ഗ്യാസ് ഉണ്ടല്ലോ, ഇതുപോലത്തെ ഗ്യാസ് ഇതാ, ഇങ്ങനെ കുറച്ച് വെച്ചാൽ മതി. ചെറിയ തീ ഇങ്ങനെ ആക്കി വെക്കുക, ചെറിയ തീയിലാക്കി വെക്കുക. ഇതിൻ്റെ ചില്ലിക്ക് കുറവ് തന്നെ തീ, പക്ഷെ പൊതുവേ ചെറിയ തീയിൽ വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ശരിയാവും.